ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനപ്പോൾ എറണാകുളത്തൊന്ന് പോയായിരുന്നു. എനിക്ക് ന്യൂ ഇയറിന് എന്തായാലും അവധിയില്ല. അപ്പോൾ എറണാകുളത്തൊന്ന് പോയിട്ട് മമ്മീനെയും ചേച്ചീനെയും അനിയത്തിനെയൊക്കെ കണ്ടിട്ടാണ് വന്നത്. ട്രെയിൻ കയറാൻ രാത്രി തിരിച്ച് കയറുന്ന സമയമാണിത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ട്രെയിൻ നോക്കി നിന്നായിരുന്നു. ട്രെയിൻ വന്നു, കയറി. എൻ്റെ കാല് ചെറുതായിട്ടൊരു കുപ്പിച്ചില് കൊണ്ടിട്ട് ചെറുതായിട്ടൊരു ഫ്രാക്ചർ വന്നായിരുന്നു. അതും തൂക്കി പിടിച്ചാണ് നടപ്പ്. തൊങ്ങി തൊങ്ങി നടക്കണം കണ്ടിട്ട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ട്രെയിനിൽ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല ഗൈസ്. ഞാനും ഒരു തമിഴത്തി ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ തമിഴ് പറയണ കേട്ടിട്ട് എങ്ങനെ പഠിച്ചെന്ന് എന്നോട് ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞ് ഞാൻ സിനിമ കണ്ടിട്ട് പഠിച്ചതാന്ന്. പിന്നെ അന്നത്തെ ന്യൂ ഇയറിൻ്റെ ദിവസം നമ്മൾ 31-ാം തീയതി അവിടെ ഫുഡ് വാങ്ങിച്ചിരുന്നു. നമുക്ക് ഫുഡ് അലവൻസ് ഉണ്ടായിരുന്നു എക്സ്ട്രാ ഓട്ടി നിൽക്കണതിന്. അപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് അതിനകത്ത് 80 രൂപയുടെ ബിരിയാണിയിൽ ആകെ ഒരു ചിക്കൻ പീസ് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. പിന്നെ അതിൻ്റെ വിഷമം തീർക്കാൻ മിൽക്ക് സർബത്തും കടിയും വാങ്ങിച്ച് വെച്ച് നമ്മുടെ ക്യൂട്ടിപ്പായി ഡെക്കറേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അടിപൊളിയല്ലേ. പിന്നെ രാത്രി ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ കൊല്ലത്ത് പോയായിരുന്നു. എൻ്റെ ദൈവമേ, കൊല്ലത്തുള്ള ആൾക്കാർ മുഴുവൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. അത് ഫുള്ള് കണ്ട് രാത്രി ഒരു 3-3:30 ആയപ്പോൾ തിരിച്ചു വന്ന് നമ്മൾ കരുനാഗപ്പള്ളി എത്തി. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു പുട്ടുകട എന്ന് പറഞ്ഞ കടയുണ്ട്. അവിടെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു.